ഒരു ദിവസം രാവിലെ മുതൽ കാറ്റാടിക്കാട്ടിൽ കറുത്ത മേഘങ്ങൾ നിറഞ്ഞിരുന്നു. പക്ഷികൾ വേഗം കൂടുകളിലേക്ക് പറന്നു. കുരങ്ങന്മാർ മരങ്ങളുടെ മുകളിലേക്ക് കയറി. ഇന്ന് വലിയ മഴയാകും, എല്ലാവരും തമ്മിൽ പറഞ്ഞു. തമ്പു ആനയ്ക്ക് മഴ വളരെ ഇഷ്ടമാണ്. മഴവെള്ളത്തിൽ കുളിക്കാനും ചെളിയിൽ കളിക്കാനും അവന് വലിയ സന്തോഷമാണ്. പക്ഷേ അന്നത്തെ മഴ സാധാരണ മഴയല്ലായിരുന്നു. ഇടിയും മിന്നലും കൂടെ ശക്തമായി കാറ്റും വീശി. പുഴ വേഗത്തിൽ നിറയാൻ തുടങ്ങി. മഴ നിന്നപ്പോഴേക്കും കാട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. പുഴ കടന്ന് മറുവശത്തേക്ക് പോകുന്ന ചെറിയൊരു പാലം ഒഴുകിപ്പോയിരുന്നു. അക്കരെ താമസിക്കുന്ന മുയലും കുടുംബവും കുരങ്ങൻ കുഞ്ഞുങ്ങളും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ കരച്ചിലായി. ഒരു കുഞ്ഞു മുയൽ കരഞ്ഞു. മറ്റു മൃഗങ്ങൾക്കൊന്നും പുഴ കടക്കാൻ ധൈര്യമില്ലായിരുന്നു. വെള്ളം ഇപ്പോഴും ശക്തമായി ഒഴുകുകയാണ്. അപ്പോൾ നമ്മുടെ തമ്പു മുന്നോട്ട് വന്നു. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാം, തമ്പു പറഞ്ഞു. തമ്പു പുഴയുടെ നടുവിലേക്ക് പതിയെ നടന്നു. വലിയ കാലുകൾ കൊണ്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ ഉറച്ചു നിന്നു. പിന്നെ അവൻ തന്റെ തുമ്പിക്കൈ നീട്ടി. ഓരോരുത്തരായി എന്റെ പുറത്ത് കയറിക്കോളൂ, തമ്പു പറഞ്ഞു. ആദ്യം മുയലും കുടുംബവും കയറി. പിന്നെ കുരങ്ങൻ കുഞ്ഞുങ്ങൾ. എല്ലാവരും തമ്പുവിന്റെ പുറത്ത് മുറുകെ പിടിച്ചിരുന്നു. പതുക്കെ തമ്പു പുഴ കടന്നു. വെള്ളം ശക്തിയായി ഒഴുകിയെങ്കിലും തമ്പു പേടിച്ചില്ല. ഒടുവിൽ എല്ലാവരെയും സുരക്ഷിതമായി മറുവശത്തെത്തിച്ചു. മൃഗങ്ങൾ സന്തോഷത്തോടെ തമ്പുവിനെ ചേർത്ത് പിടിച്ചു. അവർ ഒരുമിച്ച് പറഞ്ഞു. അന്ന് വൈകുന്നേരം സൂര്യൻ വീണ്ടും തെളിഞ്ഞപ്പോൾ കാട് മുഴുവൻ സന്തോഷത്തോടെ നൃത്തമാടി. തമ്പുവിന്റെ മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? തന്റെ ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നവനാണ് വലിയവൻ. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മനോരമ ഓൺലൈൻ എൻകിഡ്.